ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻസ്: സെക്രട്ടറി ജനറൽ, പ്രസിഡന്റ്, കമ്മീഷണർ, വൈസ് ചെയർമാൻ. ശരിയുത്തരം ഓപ്ഷൻ എ, സെക്രട്ടറി ജനറൽ ആണ്. രണ്ടാമത്തെ ചോദ്യം: അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരെ? ഓപ്ഷൻസ്: ടോണി മാത്യു, എം നിസാർ, ആർ പാർവതി ദേവി, THP ചെന്താരശ്ശേരി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ആർ പാർവതി ദേവിയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ഓപ്ഷൻസ്: ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണോ, അതോ നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചതുകൊണ്ടാണോ, കുറുമ്പ്രനാട് രാജാവിനെ കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത് കൊണ്ടാണോ, അതോ ടിപ്പു സുൽത്താന്റെ പതനം കാരണമാണോ? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം കാരണമായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷത്തിലാണ്? ഓപ്ഷൻസ്: 1800, 1859, 1850, 1900. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 1859. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏത്? ഓപ്ഷൻസ്: 1973, 1958, 1961, 1968. ശരിയുത്തരം ഏതാ? ഓപ്ഷൻ സി ആണ്, 1961. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. ശരിയുത്തരം ഓപ്ഷൻ സി, വയനാടാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻസ്: കക്കാട്, മണിയാർ, കുറ്റ്യാടി, ഇടുക്കി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, മണിയാർ. എട്ടാമത്തെ ചോദ്യം: ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കേരളം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: കോഴിക്കോട്, മൈസൂർ, കൊച്ചി, ടോണ്ടി പോയിന്റ്, ഡിണ്ടിഗൽ, കൊട്ടാരക്കര, സേലം, ഇടപ്പള്ളി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കൊച്ചി, ടോണ്ടി പോയിന്റ്. പത്താമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഓപ്ഷൻസ്: റസിയ ഷബ്നം, മേരി കോം, നോറ ജോൺസ്, സീമ ആൻഡ് ലേ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, റസിയ ഷബ്നം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? ഓപ്ഷൻസ്: 1s2, 2s2, 2p4, ബി 1s2, 2s2, 2p2, ഓപ്ഷൻ സി 1s2, 2s2, 2p5, ഓപ്ഷൻ ഡി 1s2, 2s2, 2p6. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, 1s2, 2s2, 2p4. ഇത് മുൻവർഷ ചോദ്യമാണ്, അറിയില്ലെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം: 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശ കാവ്യത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ്: ഖാസി മുഹമ്മദ്, സംഗ്രമ മാധവൻ, അതുലൻ, അർണോസ് പാതിരി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, അതുലൻ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ്: ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ. ശരിയുത്തരം ഓപ്ഷൻ സി, തിരുവനന്തപുരം. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ഏത്? 1760, 1780, 1775, 1770. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, 1770. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ശരിയുത്തരം ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോ ആണ് കേട്ടോ, സ്ട്രാറ്റോസ്ഫിയർ. ആറാമത്തെ ചോദ്യം: ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS, ഈ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഏതായിരുന്നു? ഓപ്ഷൻസ്: കൊച്ചിയും തിരുവിതാംകൂറും, ഓപ്ഷൻ ബി തിരുവിതാംകൂർ,
ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി മലബാർ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, കൊച്ചിയും തിരുവിതാംകൂറും. ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേര് എന്ത്? ഓപ്ഷൻസ് പൊതുഭരണം, പൊതുജനാരോഗ്യം, ആസൂത്രണം, ആസൂത്രണ കമ്മീഷൻ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പൊതുഭരണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏത്? ഓപ്ഷൻസ് 26 നവംബർ 1949, 26 ജനുവരി 1950, 26 ജനുവരി 1949, 26 നവംബർ 1950. നിങ്ങൾക്കറിയാം, ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, നവംബർ 26, 1949. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഉദാഹരണമല്ലാത്തതാണ്, ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് വിസ്കസ് ബലം, ന്യൂക്ലിയർ ബലം, പ്രതല ബലം, ഘർഷണ ബലം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂക്ലിയർ ബലം. ശീതസമരം അഥവാ കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര്? ഓപ്ഷൻസ് ആർതർ ബാൽഫർ, അർണോൾഡ് ടോയൻബി, മെറ്റിയോറ്റി, ബെർണാഡ് ബറൂച്ച്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ബെർണാഡ് ബറൂച്ച്. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെ? ഓപ്ഷൻസ് വി ഒ ചിദംബരം പിള്ള, സി രാജഗോപാലാചാരി, എം വിശ്വേശ്വരയ്യ, ഇ വി രാമസ്വാമി നായ്ക്കർ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, വി ഒ ചിദംബരം പിള്ള. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിനു മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായവനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി ആര്? ഓപ്ഷൻസ് സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. ശരിയുത്തരം ഓപ്ഷൻ സി, മഹാത്മാഗാന്ധിയാണ്. മൂന്നാമത്തെ ചോദ്യം. 1952 കേന്ദ്ര ഗവൺമെന്റ് മൊത്തം ചെലവിന്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? ഓപ്ഷൻസ് 7.92%, 6.43%, 5.47%, 8.63%. ഇത് മുൻവർഷ ചോദ്യമാണ്. ശരിയുത്തരം ഓപ്ഷൻ എ, 7.92%. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ ഡേഷ് ഫലം പ്രയോജനപ്പെടുത്തിയിട്ടാണ്. ഓപ്ഷൻസ് രാസഫലം, യാന്ത്രിക ഫലം, താപഫലം, പ്രകാശഫലം. ശരിയുത്തരം ഓപ്ഷൻ സി, താപഫലമാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്ര? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശരാശരി ഭാരം എത്ര? ഓപ്ഷൻസ് 1.1 മുതൽ 1.4 കിലോഗ്രാം വരെ, 1.2 മുതൽ 1.4 കിലോഗ്രാം വരെ, 1.4 ടു 1.5 കിലോഗ്രാം, 1.25 ടു 1.3 കിലോഗ്രാം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, 1.3 ടു 1.4 കിലോഗ്രാം. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, യുവജന കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഓപ്ഷൻ ബി ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആര്? ഓപ്ഷൻസ് ജോർജ് വാഷിംഗ്ടൺ, സൈമൺ ബൊളീവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, ജോസെ ഡി സാൻസ് മാർട്ടിൻ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, സൈമൺ ബൊളിവർ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. ശരിയുത്തരം ഓപ്ഷൻ ബി, വൈറ്റമിൻ കെ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ലോകായുക്ത, ലോക്പാൽ, വിജിലൻസ് കമ്മീഷൻ, അഴിമതി വിരുദ്ധ സ്ക്വാഡ്. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ലോകായുക്ത. അയോണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻസ്
ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ. ശരിയുത്തരം ഓപ്ഷൻ സി തെർമോസ്ഫിയർ ആണ്. താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് തരുണാസ്ഥി, നാരുകല, രക്തം, പേശീകല. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് പേശീകല. അടുത്ത ചോദ്യം, ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? ഓപ്ഷൻസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 32 കുറിച്ചാണ് ഇത് പറഞ്ഞത്. അനുച്ഛേദം 32 ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇത് പറഞ്ഞത്. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ഓപ്ഷൻസ് തവിട്ട്, മഞ്ഞ, കറുപ്പ്, വെള്ള. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് വെള്ള. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏത്? സാക്ഷരതാ മിഷൻ, സാമൂഹിക ക്ഷേമ വകുപ്പ്, ഫ്രണ്ട് ഓഫീസ്, അക്ഷയ കേന്ദ്രം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് അക്ഷയ കേന്ദ്രം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് അമർത്യ സെൻ, മനുഷ്യക്ഷേമം, കാൾമാർക്സ്, ലേസെ ഫെയർ, ദാദാഭായ് നവറോജി, ചോർച്ച സിദ്ധാന്തം, ഗാന്ധിജി, ട്രസ്റ്റിഷിപ്പ്. ശരിയുത്തരം ഓപ്ഷൻ ബി കാൾമാർക്സ്, ലേസെ ഫെയർ ആണ്. ആറാമത്തെ ചോദ്യം, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻസ് സാങ്പോ, പത്മ, ജമുന, മേഘന. ഇവിടെ ഓപ്ഷൻ പത്മ എന്നതാണ്, പത അല്ല പത്മ. ജമുന, മേഘന. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ജമുന. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏത്? ഓപ്ഷൻസ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എട്ടാമത്തെ ചോദ്യം, പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് ഉഷ്ണകാലം, ശൈത്യകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ശരിയുത്തരം ഓപ്ഷൻ ബി ശൈത്യകാലമാണ്. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശം ഏത്? നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏത്? ഓപ്ഷൻസ് മൗലിക അവകാശം, വിനോദത്തിനുള്ള അവകാശം, സംഘം ചേരുന്നതിനുള്ള അവകാശം, സ്വത്ത് ആർജിക്കുന്നതിനുള്ള അവകാശം. നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ആണ് ശരിയുത്തരം മൗലിക അവകാശം. പത്താമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏത്? ഭാഗം 1A, 2A, 3A, 4A. ഓപ്ഷൻ ഡി ആണ് 4A. ഭാഗം 4A ആണ്. ശരീരവേദന കുറയ്ക്കുന്നതിനുപയോഗിക്കുന്ന ഔഷധ വിഭാഗം ഏത്? ആന്റി ആസിഡുകൾ, അനാർജസിക്കുകൾ, ആന്റിസെപ്റ്റിക്കുകൾ, ആന്റിപൈററ്റിക്കുകൾ. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് അനാൽജസിക്കുകളാണ്. രണ്ടാമത്തെ ചോദ്യം, CE 9-ാം നൂറ്റാണ്ടിൽ മാർ സപ്പീർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? ഓപ്ഷൻസ് യൂതശാസനം, തരിസാപ്പള്ളി ശാസനം, തിരുമണ്ണൂർ ശാസനം, മുച്ചുന്തിപ്പള്ളി ശാസനം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് തരിസാപ്പള്ളി ശാസനം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏത്? സുപ്രീം കോടതിയാണോ, ഹൈക്കോടതിയാണോ, പാർലമെന്റ് ആണോ, അതോ കേന്ദ്ര മന്ത്രിസഭ ആണോ? ശരിയുത്തരം ഓപ്ഷൻ സി ആണ് പാർലമെന്റ്. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് താഴെ പറയുന്നവയിൽ ഏതാണ്? ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് ഫോട്ടോഷോപ്പ്, MS പെയിന്റ്, ജിംബ്,
അഫിനിറ്റി ഫോട്ടോ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ജിംബ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ഓപ്ഷൻസ് ആൽബർട്ട് ഹെൻറി, അൽമേഡ, റോബർട്ട് ബ്രിസ്റ്റോ, ഹാർവി ശ്ലോകം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഹാർവി ശ്ലോകം ആണ്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ്. ഓപ്ഷൻസ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണ്. ഏഴാമത്തെ ചോദ്യം, സഫാരി എന്നത് ഏതു വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വൈറസ് പ്രോഗ്രാം, സിസ്റ്റം സോഫ്റ്റ്വെയർ, ബ്രൗസർ. നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ആണ് അല്ലെ, ബ്രൗസർ ആണ്. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി ആര്? സുഗതകുമാരി, KR മീര, മധുസൂദനൻ നായർ, മുരുകൻ കാട്ടക്കട. ശരിയുത്തരം ഓപ്ഷൻ എ ആണ് സുഗതകുമാരി. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻസ് 2015, 2005, 2010, 2018. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് 2005. പത്താമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ഓപ്ഷൻസ് റിട്ട്, ഇടക്കാലാവധി, കമാൻഡ്, കോടതി അലക്ഷ്യം. ശരിയുത്തരം ഓപ്ഷൻ എ റിട്ട് ആണ്.